എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഐ വെൽക്കം യു ഓൾ ടു ദ ലോഗോ ലോഞ്ച് ഫംഗ്ഷൻ ഓഫ് പാപ്പ ബെയർ. സൗന്ദര്യത്തിന്റെയും ആരോഗ്യകരമായ ജീവിതത്തിന്റെയും സാങ്കേതിക വിദ്യയുടെ വേഗത്തിന്റെയും പുതിയൊരു യുഗപ്പിറവിക്ക് സാക്ഷ്യം വഹിക്കാൻ നമ്മൾ ഒത്തുചേർന്നിരിക്കുന്ന ഈ ശുഭമുഹൂർത്തത്തിലേക്ക് പാപ്പ ബെയർ എന്ന ഞങ്ങളുടെ സ്വപ്ന സംരംഭത്തിന്റെ ലോഗോ ലോഞ്ച് ചടങ്ങിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. പ്രിയപ്പെട്ടവരെ, സൗന്ദര്യവും ആരോഗ്യകരമായ ജീവിതശൈലിയും ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്തിക്കുന്ന ബ്യൂട്ടി ആൻഡ് വെൽനസ് സർവീസുകൾക്കും പ്രോഡക്റ്റുകൾക്കും ബുക്ക് ചെയ്യാനുള്ള മൊബൈൽ ആപ്പാണ് പാപ്പ ബെയർ. ഈ പുതിയ സംരംഭത്തിന്റെ ചിഹ്നം, അതായത് ഞങ്ങളുടെ ലോഗോ പ്രകാശനം ചെയ്യുന്നതിനും ഈ മഹനീയ വേദിക്ക് മാറ്റുകൂട്ടുന്നതിനുമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ നിറഞ്ഞ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യും. ആദ്യമായി ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ മുഖ്യാതിഥി എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ എല്ലാം പ്രിയങ്കരിയും മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള കലാകാരിയും ബിഗ് ബോസ് മലയാളം സീസൺ 4 വിജയും മികച്ച നർത്തകിയും അഭിനേത്രിയുമായ മിസ് ദിൽഷ പ്രസന്നനെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സൗന്ദര്യ സങ്കല്പത്തിന് നിങ്ങളുടെ സാന്നിധ്യം നൽകുന്ന തിളക്കം വളരെ വലുതാണ് മാഡം. അടുത്തതായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് പാപ്പ ബെയർ എന്ന മൊബൈൽ ആപ്പ് എന്ന വലിയ ആശയം ഇവിടെ യാഥാർത്ഥ്യമാക്കിയ ഈ സ്ഥാപനത്തിന്റെ നെടുന്തൂണുകളായ ഞങ്ങളുടെ സ്വന്തം മാനേജിംഗ് ഡയറക്ടർമാർ ശ്രീ സിജു ഞാനിക്കൽ, ശ്രീ ടിനു ആന്റണി എന്നിവരെയും ഈ വേദിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. വർഷങ്ങളുടെ രാപ്പകലുകൾ, ഉറക്കമില്ലാത്ത സ്വപ്നങ്ങൾ, വ്യക്തമായ ലക്ഷ്യബോധത്തോടെ സമൂഹത്തിന് വ്യത്യസ്തമായ ഒരു സേവനം നൽകണമെന്ന ആശയത്തിൽ നിന്ന് സ്വന്തം ജീവിതത്തിലെ പലതും മാറ്റിവെച്ച് ലക്ഷ്യത്തിലേക്ക് നടന്നെടുത്ത് ഒരൊറ്റ മനുഷ്യൻ. ഇന്നുവരെ ആരും ചിന്തിക്കാത്ത പുതിയൊരു സേവന വിപ്ലവത്തിന് തിരികൊളുത്തുന്ന പാപ്പ ബെയർ മൊബൈൽ ആപ്പിന്റെ അമരക്കാരൻ, പ്രതിസന്ധികളെ ഇച്ഛാശക്തി കൊണ്ട് മറികടന്ന വിഷണറി, വൺ ആൻഡ് ഓൺലി ശ്രീ സിജു ഞാണക്കൽ. അദ്ദേഹത്തിന്റെയും ഈ വിജയത്തിന് പിന്നിലെ മുഴുവൻ ടീമിന്റെയും അക്ഷീണ പരിശ്രമത്തിന്റെ ഈ വിജയമുദ്ര പാപ്പ ബെയർ ലോഗോ ലോഞ്ച് ഫംഗ്ഷൻ വേദിയിലേക്ക് സ്വാഗതം. ഇതെനിക്ക് വളരെ സന്തോഷമുള്ള ദിവസമാണ്. കാരണം കുറെ വർഷങ്ങളായി ഞാൻ സ്വപ്നം കണ്ട എൻ്റെ ഡ്രീം പ്രോജക്റ്റ്, കുറെ വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു 3-4 വർഷമായി സ്വപ്നം കണ്ട ഡ്രീം പ്രോജക്റ്റ് പാപ്പ ബെയറിന്റെ ലോഗോ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുന്ന സമയമാണ്. വിശിഷ്ടാതിഥിയായി വന്നിട്ടുള്ള നമ്മുടെ ദിൽഷ പ്രസന്നന് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. നമ്മുടെ ആങ്കർ പറഞ്ഞ പോലെ അവരുടെ സാന്നിധ്യം നമ്മുടെ സദസ്സിനെ വളരെ ഭംഗിയുള്ളത് ആക്കുന്നു. ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. കൂടാതെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും, പിന്നെ എൻ്റെ യാത്രയിൽ എൻ്റെ കൂടെ നിന്ന എൻ്റെ കുടുംബാംഗങ്ങൾക്കും, എൻ്റെ അപ്പച്ചൻ, അമ്മ, വൈഫ്, പിള്ളേര്, മറ്റുള്ള കുടുംബാംഗങ്ങൾക്കും, എൻ്റെ സുഹൃത്തുക്കൾക്കും, എന്നെ വിശ്വസിച്ച് എൻ്റെ പല സുഹൃത്തുക്കളും, വിദേശത്തുള്ള പല സുഹൃത്തുക്കളും എൻ്റെ ഈ പ്രോജക്റ്റിലേക്ക് നിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ട്. അവർക്ക് ഈ അവസരത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അവരുടെ ആത്മവിശ്വാസവും അവരുടെ പിന്തുണയും ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ടാവില്ലായിരുന്നു. അതുകൊണ്ട് അവർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. വ്യത്യസ്തമായി എന്ത് ചെയ്യണമെന്ന ആശയത്തിലാണ് പാപ്പ ബെയറിന്റെ ഉത്ഭവം. പാപ്പ ബെയറിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ ഞങ്ങളുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ചലഞ്ച് യൂണിക് ആയിട്ടുള്ള ഒരു നെയിം, എല്ലാവർക്കും ഈസി ആയി പറയാൻ പറ്റിയ ഒരു പേര്, എല്ലാവർക്കും പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയ ലോഗോ, അതായിരുന്നു ഞങ്ങളുടെ മുന്നിൽ ചേർന്നത്. മുൻപെപ്പോഴോ കേട്ടിട്ടുള്ള കഥയിൽ പാപ്പ ബെയറിനെ കുറിച്ച് അപ്പോഴാണ് ഓർമ്മ വന്നത്. എല്ലാവരുടെയും കൂടെ നിന്ന് സംരക്ഷിക്കുന്ന പാപ്പ. ചില നാടുകളിലൊക്കെ സുഹൃത്തുക്കളെ പാപ്പ എന്ന് അഭിസംബോധന ചെയ്യാറുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ബിസിനസിനും പാപ്പ ബെയർ എന്ന് പേരിടാനുള്ള കാരണം. ബ്യൂട്ടി ആൻഡ് വെൽനസിന് ഒരു സൊല്യൂഷൻ കൊടുക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ സന്തോഷം. ഇന്ന് ഇവിടെ ഞാൻ ഉറച്ചു നിന്ന് പറയുന്നു, പാപ്പ ബെയർ എന്നുള്ളത് ഇന്ത്യയിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നായിരിക്കില്ല. ലോകമെമ്പാടുമുള്ള ജനതയ്ക്ക് ബ്യൂട്ടി ആൻഡ് വെൽനസ് സേവനങ്ങൾ നൽകുന്ന ഒരു ആപ്പായി മാറുമെന്ന് ഞാൻ ഇവിടെ ഉറച്ചു പറയുന്നു. എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു വാക്ക്, സ്വപ്നങ്ങൾ കാണുന്നവർക്ക് മാത്രമാണ് സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുവാനുള്ള കഴിവ് ലഭിക്കുക. എൻ്റെ സ്വപ്നം ഇന്ന് യാഥാർത്ഥ്യമായി. അത് ഞാൻ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയ നിറഞ്ഞ നന്ദി. താങ്ക് യു. അടുത്തതായി വേദിയിലേക്ക് 2 വാക്ക് സംസാരിക്കുന്നതിനായി പ്രിയപ്പെട്ട മാനേജിംഗ് ഡയറക്ടർ ടിനു ആന്റണി വേദിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യും. നമ്മുടെ വിശിഷ്ടാതിഥി മിസ് ദിൽഷ പ്രസന്നൻ,
എൻ്റെ പപ്പാബേർ കുടുംബാംഗങ്ങളെ, എൻ്റെ സഹപ്രവർത്തകരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് പപ്പാബേറിൻ്റെ ലോഗോ പ്രകാശനത്തിന് വേണ്ടിയിട്ടാണ്. ഈ പപ്പാബേർ എന്ന ഈ സ്വപ്നം ഞങ്ങൾക്ക് വന്നിട്ട് 2-3 വർഷങ്ങളായി. ഇന്നാണ് അതിൻ്റെ സാക്ഷാത്കാരമായ ഒരു നിമിഷം. ഈ പപ്പാബേർ എന്നൊരു ആപ്ലിക്കേഷനെ കുറിച്ച് ആർക്കും ഒന്നും മനസ്സിലായിട്ടില്ല. ഈ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ബ്യൂട്ടി ആൻഡ് വെൽനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. നമ്മുടെ ഇൻസ്റ്റാമാർട്ട്, ഫ്ലിപ്കാർട്ട് എന്നൊക്കെ പോലെ തന്നെ മനുഷ്യർക്ക് ഏറ്റവും പെട്ടെന്ന് തന്നെ ഒരു ഉപകാരം കിട്ടുന്ന രീതിയിലാണ് ഈ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ ഫീച്ചേഴ്സ് എല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. നമുക്ക് ഉപഭോക്താക്കൾക്കും ഷോപ്പ് ഉടമകൾക്കും എന്തുകൊണ്ടും വളരെയധികം പ്രയോജനകരമായ ഒരാപ്പായിരിക്കും ഈ പപ്പാബേർ എന്നൊരു ആപ്പ്. ഷോപ്പ് ഉടമകളുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുകയാണെങ്കിൽ അവർക്ക് ആളുകളിലേക്ക് അവരുടെ സർവീസുകൾ എത്തിക്കാനും സർവീസുകളുടെ എന്തെങ്കിലും റിവ്യൂസ് ഒക്കെ എത്തിക്കാനും അവരുടെ വർക്കുകൾ എങ്ങനെയാണെന്നൊക്കെ അറിയിക്കാൻ പറ്റും. നമ്മൾ കസ്റ്റമേഴ്സിനൊക്കെ ആണെങ്കിൽ നമുക്ക് ആപ്പ് ത്രൂ അവരുടെ വർക്ക് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും. എത്ര പേര് അവിടെ വരുന്നുണ്ട്, എങ്ങനെയൊക്കെയാണ് അവരുടെ സർവീസ് എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ അറിയപ്പെടാത്ത ഒരു സ്ഥലത്ത് ചെല്ലുവാണെങ്കിൽ തന്നെ നമുക്ക് ചുറ്റുമുള്ള പാർലറുകൾ ഏതാ അറിയില്ല, ജിം അറിയില്ല, ഒരു സ്ഥലത്തെ കുറിച്ച് നമുക്ക് അറിയാൻ പാടില്ല. ആ സാഹചര്യത്തിൽ നമുക്ക് ഈ ആപ്പ് വളരെ പ്രയോജനമായിരിക്കും. നിയർ ബൈ ആയിട്ടുള്ള നല്ല ബ്യൂട്ടി പാർലർ ഏതാണെന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. അവിടെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ബുക്ക് ചെയ്യാം. അതിൽ എന്തൊക്കെ ഓഫറുകളുണ്ടെന്ന് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ആ ഓഫർ കണ്ട് അതിൻ്റെ റിവ്യൂസ്, നമുക്ക് ഓഫർ കിട്ടിയിട്ട് കാര്യമില്ലല്ലോ, നല്ല വർക്കാണോ എന്ന് അറിയണ്ടേ. അങ്ങനെ അതിൻ്റെ റിവ്യൂസ് ഒക്കെ നോക്കി നല്ല രീതിയിൽ നമുക്ക് അവിടെ പോയി ജോയിൻ ചെയ്യാൻ പറ്റും. ഇത്തരത്തിൽ നമ്മുടെ കസ്റ്റമേഴ്സിന് വളരെയധികം എളുപ്പത്തിൽ പോകാൻ പറ്റിയതും ആയിട്ടുള്ള ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ആയിരിക്കും പപ്പാബേർ എന്ന. ഈ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഞങ്ങളുടെ കൂടെ ആപ്പുകൾ ശ്രമിച്ചിരിക്കുന്ന ആൾക്കാരാണ് ഞങ്ങളുടെ ടീം മെമ്പേഴ്സ് എന്ന് പറയുന്നത്. അവർ ഇപ്പൊ നമ്മളൊരു ജോലിക്ക് ഒരാളെ എടുക്കുവാണെങ്കിൽ അവർ ഇത്ര സമയത്തെ വർക്ക് ചെയ്യുള്ളൂ. ഇപ്പൊ രാവിലെ ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെയാണ് നമ്മുടെ വർക്കിംഗ് കണ്ടീഷൻ. പക്ഷെ ഞങ്ങളുടെ ടീം മെമ്പേഴ്സിന്റെ പ്രത്യേകത, നമ്മൾ ഏത് സമയത്ത് വിളിച്ചാലും അവരെന്ത് വർക്കിനും തയ്യാറായിട്ടിരിക്കുക, നമ്മൾ എന്ത് ഹെൽപ്പും ചെയ്തത്. അങ്ങനെ നമ്മളോട് ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന ടീംസാണ് നമ്മുടെ വിജയത്തിന്റെ മുന്നിൽ നിൽക്കുന്ന ആളുകൾ എന്ന് പറയുന്നത്. അത്തരത്തിലൊരു ടീം മെമ്പേഴ്സിനെയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഞങ്ങളെ എത്തിച്ച എല്ലാ ടീം മെമ്പേഴ്സിനും, ഇതിപ്പോ ഇവിടെ ഞങ്ങൾ എത്തിയിരിക്കുന്നത് എൻ്റെ കുടുംബാംഗങ്ങളാണ്. എല്ലാവരും എൻ്റെ പപ്പാബേർ കുടുംബത്തിലെ അംഗങ്ങളാണ്. എല്ലാവർക്കും എൻ്റെ നന്ദി. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയതിൽ ഒരുപാട് സന്തോഷം. ഇത്ര പേര് ഇവിടെ വന്നു. ഇതൊക്കെ ഞങ്ങൾക്ക് വലിയൊരു പ്രോത്സാഹനമാണ്. ഇനി ഭാവിയിലേക്കുള്ള വലിയൊരു പ്രോത്സാഹനമാണ് നിങ്ങൾ എല്ലാവരും വന്ന് ഞങ്ങളുടെ ഈ ഫംഗ്ഷനിൽ വന്ന് സഹായിച്ചത്. ഇത് വന്ന എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ഒരു ചുവടിലും തീയിൽ വാർത്തെടുത്തു വെച്ച ആയുധത്തിന്റെ മൂർച്ചയുടെ വാക്കിലും. നമുക്ക് ഇനി അടുത്ത പ്രധാനപ്പെട്ട പരിപാടിയിലേക്ക് കടക്കാം. ലോഗോ ലോഞ്ച് ആണ് നമ്മുടെ. ബിഫോർ ദാറ്റ് സ്റ്റേജിലേക്ക് 2 വാക്ക് സംസാരിക്കുന്നതിനായി ദിൽഷ പ്രസന്നനെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചരിത്രം തിരുത്തിക്കുറിച്ച വിജയം. ബിഗ് ബോസ് മലയാളത്തിന്റെ ആദ്യ വനിതാ വിജയി, കേരളത്തിന്റെ സ്വന്തം ഡാൻസിംഗ് ക്വീൻ ദിൽഷ പ്രസന്നൻ. ഒരു ഡ്രീം ചേസിംഗിന്റെ തുടക്കമായിരുന്നു അത്. ഡീപ്പ് ഡാൻസിലൂടെ അവൾ നൃത്തത്തെ പ്രണയിച്ചു. ഓരോ ചലനത്തിലും അവൾ അവളുടെ ആത്മാവിനെ അറിഞ്ഞു. ഡീപ്പ് ഡാൻസ് റീലോഡഡിൽ ആ കഠിനാധ്വാനത്തിന് കിട്ടിയ അംഗീകാരം. അവൾ ഒരു പുതിയ പോരാട്ട മുഖത്തേക്ക് കടന്നു. ബിഗ് ബോസ് സീസൺ 4 ഒറ്റയാൾ പോരാട്ടത്തിന്റെ 100 ദിവസങ്ങൾ. വിമർശനങ്ങളെയും വെല്ലുവിളികളെയും ചിരിച്ചുകൊണ്ട് നേരിട്ടു. പലരും തളർത്താൻ ശ്രമിച്ചു, പക്ഷേ അവൾ തളർന്നില്ല. കാരണം അവൾക്ക് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. തൊട്ടാവാടിയല്ല, ഞാനൊരു പോരാളിയാണ് എന്ന് തെളിയിക്കണം. കാത്തിരിപ്പുകൾക്ക് വിരാമം. കേരളം ആർത്തു വിളിച്ച ആ ചരിത്ര നിമിഷം ഇതാ. ബിഗ് ബോസ് മലയാളം ചരിത്രത്തിലെ ആദ്യ വനിതാ വിജയി. ട്രോഫി ഉയർത്തി ദിൽഷ പ്രസന്നൻ. ഈ കിരീടം കഠിനാധ്വാനത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും നിങ്ങൾ നൽകിയ സ്നേഹത്തിന്റെയും അടയാളമാണ്. ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാനുള്ള യാത്ര തുടങ്ങിയിട്ടേയുള്ളൂ. ഇപ്പോൾ ഇതാ നിങ്ങളുടെ ഹൃദയത്തിൽ ചുവടുവെച്ച് അവൾ വീണ്ടും വരുന്നു. പപ്പാബേർ ഫാമിലിയിലേക്ക് ഡാൻസ് ക്വീൻ ദിൽഷ പ്രസന്നൻ. Good evening, everyone. So, first of all, you എല്ലാവരെയും എനിക്ക് കാണാൻ പറ്റി ഒരുപാട് സന്തോഷമുണ്ട്.
പിന്നെ പാപ്പ ബിയർ എന്ന് പറഞ്ഞ ബ്യൂട്ടി ആൻഡ് വെൽനസ് ആപ്പിൻ്റെ ലോഗോ ലോഞ്ചിനാണ് എന്നെ ഇൻവൈറ്റ് ചെയ്തത്. സോ ഈ ഫാമിലിയിൽ എനിക്കും ഒരു പാർട്ടാവാൻ പറ്റി. അതിലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഈ ബ്യൂട്ടി വെൽനസ് എന്ന് പറയുമ്പം അത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഇൻഡസ്ട്രിക്കാണ് ഞാനുള്ളത്. അതിൽ നമുക്ക് ബ്യൂട്ടി വെൽനസ് എന്ന് പറയുന്നത് ഒരു മെയിൻ ഘടകമാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഷൂട്ട് ആണെങ്കിലെല്ലാം ആണെങ്കിൽ അതിന് ഒരു പെർട്ടിക്കുലർ ടൈമോ ഒന്നുമില്ല. അങ്ങനെ എനിക്ക് ഇങ്ങനൊരു ആപ്പൊക്കെ ലോഞ്ച് ആകുമ്പം നമുക്കതൊരു ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. നമുക്കിപ്പം നമ്മുടെ ടൈമിങ്ങിനനുസരിച്ച് നമുക്ക് നോക്കാം. നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് നിയർ ബൈ ഏതാണ് നമുക്ക് നല്ല സ്ഥലമുള്ളത് നമുക്ക് നോക്കാം. അവരുടെ റിവ്യൂ നമുക്ക് നോക്കാം. അതിനനുസരിച്ച് നമുക്ക് ബുക്ക് ചെയ്യാം. അപ്പം അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ആപ്പാണ്. സോ ഇത്രയൊരു നല്ലൊരു ആപ്പ് ഇത് ലോഞ്ച് ചെയ്യുന്നതും അതിനുള്ളൊരു അവസരം എനിക്ക് കിട്ടിയതിലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. സോ താങ്ക് യു സോ മച്ച്. ഇതൊരു വലിയ സക്സസ് ആയി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. Now we can move on to the logo launch function. അതിനായിട്ട് നമ്മുടെ മാനേജിംഗ് ഡയറക്ടർ സിജു സാറിനെയും ടിനു മാമിനെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ലോഞ്ച് ചെയ്യാൻ പോവാണ്. അടുത്തതായിട്ട് നമുക്ക് പാപ്പ ബെയറിന്റെ തന്നെ ഒരു പാർട്ണർ ആപ്പ് ഉണ്ട്. അതിന്റെ ലോഞ്ചിങ് ചടങ്ങിലേക്ക് കൂടി നമുക്ക് കടക്കാം. ജനങ്ങളെ ഭീതിയിലാഴ്ത്തി യുവാക്കളുടെ തിരോധാനം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കിടെ 4 യുവാക്കളെയാണ് കാണാതായത്. യുവാക്കളുടെ തിരോധാനത്തിന് പിന്നിൽ ഒരു മാസ്ക് ധാരിയെന്ന് പോലീസിന് സംശയം. ആരാണ് നിങ്ങളെ തട്ടിക്കൊണ്ടുപോയത്? അവരുടെ ലക്ഷ്യം എന്തായിരുന്നു? ഞങ്ങളാരും തട്ടിക്കൊണ്ടുപോയെന്നുമല്ല, ചില തയ്യാറെടുപ്പുകൾക്ക് വേണ്ടി മാറി നിന്നതാണ്. ഒരു പുതുജീവിതമാണ് അവർ ഞങ്ങൾക്ക് സമ്മാനിച്ചത്. ആര്? പാപ്പ ബെയർ. ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി റിലേറ്റഡ് ബിസിനസ് ഏതുമാവട്ടെ, അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കാം. പാപ്പ ബെയർ, യൂണിക് ബ്യൂട്ടി സൊല്യൂഷൻ. We got 16, 24, 48 years. Put your hands up in the air and say cheers. We got girls on call 24 in the 7.